Nurni Infotech ദിസ് ടെംപ്ലേറ്റ് പറഞ്ഞൊരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഈ ഒരു ടെംപ്ലേറ്റ് നമ്മുടെ എഡിറ്റർ പേജിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ഒരു 2 പേജുള്ളൊരു ബ്രോഷറിൻ്റെ ടെംപ്ലേറ്റാണ്. ഈ ഒരു ടെംപ്ലേറ്റിൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഫോട്ടോ, അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്റ്റ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അതിൻ്റെ ഹെഡിങ്, ലോഗോ ഒക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആദ്യം ഇതിൻ്റെ ഹെഡിങ് ആണ് മാറ്റാൻ പോകുന്നത്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിൻ്റെ പകരം ഞാനിവിടെ നൂറിനി ഇൻഫോടെക് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ കമ്പനി ഏതാണോ ആ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നൂറിനി ഇൻഫോടെക് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻഫോടെക്കിൻ്റെ കളർ ഞാൻ ബ്രൗസറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കളറാക്കി മാറ്റുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ എബൌട്ട് കമ്പനിയിൽ വരുന്ന ടെക്സ്റ്റാണ് ചേഞ്ച് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി കുറച്ച് ടെക്സ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഞാൻ ബൈ ചൂസസിൻ്റെ അണ്ടറിൽ ഒരു 2-3 ലിസ്റ്റും കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഇവിടെ ആരോയുടെ ലിസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആരോനെ ഞാനൊന്ന് ചെറുതാക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ഹൈറ്റ് ഒന്ന് കുറച്ച് കുറയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര ലിസ്റ്റാണോ വേണ്ടത് അത്രയും ആരോസ് നമ്മളവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ആരോസിലേക്ക് ഞാനൊന്ന് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. അലൈൻ ചെയ്തതിന് ശേഷം ഞാൻ ഓരോ ലിസ്റ്റിനും ഓരോ ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വന്നിട്ട് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് കൊടുക്കുന്നത്. ആ ഒരു ടെക്സ്റ്റ് ബോക്സ് ഞാനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് അലൈൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിനകത്ത് ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു 3rd ലിസ്റ്റായിട്ട് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ലാബ് എന്നാണ്. അതിനുശേഷം ഞാൻ 4ാമതൊരു ലിസ്റ്റായി കൊടുക്കുന്നത് കൺവീനിയൻ്റ്ലി ലൊക്കേറ്റഡ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഞാനൊരു
കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഓരോന്നിൻ്റെയും ഐക്കൺസ് ഡിലീറ്റ് ചെയ്ത് ഞാൻ ആ ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐക്കണാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഐക്കൺസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എലമെൻറ്റ്സിൽ പോയിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണാം എലമെൻറ്റ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പൈത്തൺ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൈത്തൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലോഗോസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് വേണ്ട ലോഗോ ഒന്ന് സെലക്ട് ചെയ്തിട്ട് പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ അവിടെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഉള്ള ലോഗോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു, പുതിയ ലോഗോ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വെബ്സൈറ്റ് ഡിസൈനിങ്ങിന് ലോഗോ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പഴയ ലോഗോ ഡിലീറ്റ് ചെയ്തിട്ട് ഞാനൊരു വെബ്സൈറ്റ് ഡിസൈനിൻ്റെ പുതിയ ലോഗോ സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഡിജിറ്റൽ ഓഫീസ് വിസിറ്റായാലും ഞാൻ അതിൻ്റേതായ കറസ്പോണ്ടിങ് ലോഗോ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് അതിനുള്ള ലോഗോസൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇതിനകത്ത് ഫോട്ടോസാണ് ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഉള്ള ഫോട്ടോസ് ഓരോന്നായി ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള ഓരോ ഇമേജസ് ഞാൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈന് ഡൗൺലോഡ് ആയി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസർ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബ്രൗസർ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നൂറിന് ഇൻഫോടെക്കിൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. നമ്മൾ ഇപ്പോൾ പഠിച്ച വീഡിയോയുടെ സമ്മറിയാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കോഴ്സുകൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക.